ആദ്യമായിട്ടാണ് കണ്ണൂരിലോട്ട് പോണതും ആദ്യമായിട്ടാണ് ട്രെയിനിലോട്ട് കയറുന്നത്. ഒരു ജില്ലയിലോട്ട് കാലെടുത്ത് കുത്തുമ്പോഴത്തേനും തല ഇറങ്ങി വീഴാൻ പറ്റുമോ സക്കീർ ബൈക്ക്? ബട്ട് ഐ ക്യാൻ. അതുകൊണ്ട് ഒരിക്കലും കണ്ണൂരിലോട്ട് പോയൊരു എക്സ്പീരിയൻസ് ഞാൻ മറക്കത്തേയില്ല. ലേറ്റർ റിലേറ്റീവ്സിൻ്റെ കൂടെ കസിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോയതാണ്. രാത്രി പോയ ഞങ്ങൾ രാവിലെ അവിടെ റീച്ച് ആയിട്ട് ഇതാണ് ഹോട്ടൽ റൂം. അടിപൊളി റൂം, അടിപൊളി സർവീസ് ഒക്കെ ആയിരുന്നു. ഫുൾ എ സി ആയിരുന്നു. പോയത് എ സി, വന്നത് എ സി, നിന്നത് എ സി, കിടന്നത് എ സി, എല്ലായിടും എ സി. അതുകൊണ്ട് എൻ്റെ തൊണ്ട അടിച്ചു പോയി. ഇതാണ് ഡാൻസ് പ്രാക്ടീസ്. നമ്മൾ വൈകുന്നേരം റിസപ്ഷന് കളിക്കാനുള്ള പ്രാക്ടീസ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരൊന്നൊന്നര കഥയാണ്. ഇവരൊക്കെയാണ് എൻ്റെ കസിനും അവരുടെ മക്കളും ഒക്കെ. ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി റെഡിയായി വൈകുന്നേരത്തെ റിസപ്ഷന് പോകാനുള്ള പോക്കാണിത്. എല്ലാവരും ഭയങ്കര ഹാപ്പി, ഡാൻസ് കളിക്കാനുള്ള ജിൽ ഹാപ്പി. എനിക്കാണെങ്കിൽ തൊണ്ട കരപ്പും പനിയുടെ ലക്ഷണം. ഈ മഞ്ഞക്കിളിയാണ് മാള് ചേച്ചി. ഈ ചേച്ചിയാണ് കല്യാണത്തിൻ്റെ ഓൾ ഇൻ ഓൾ. എല്ലാം പുടവ കൊടുക്കുന്നതും താലി കെട്ടുന്നതും എല്ലാം ചേച്ചി തന്നെയാണ് ദ മെയിൻ. വീഴ്ത്തി പറയാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. അങ്ങനെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് പെണ്ണിന്റെ വീടിന് അവിടെയൊക്കെ റീച്ചായി. ഞങ്ങൾ പതുക്കെ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. എങ്ങനെ ഡാൻസ് കളിക്കുമെന്നൊക്കെ ഉള്ള ചർച്ചയിലാണ്. എനിക്ക് യൂട്യൂബ് ഉണ്ടെന്നൊക്കെ ഇവർക്ക് ഇപ്പോഴാണ് അറിയണം. അപ്പം തൊട്ട് പറയണം, നീ ഞങ്ങളാരും വീഡിയോ എടുക്കുന്നില്ലേ? എന്നാ വീഡിയോ എടുക്കാൻ നേരത്തെ ഇവരെല്ലാവരും അന്തം വിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നു, എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കണം. എന്നാൽ പിന്നെ അതെന്താ എടുത്താലെന്ന് വെച്ച് ഞാനും അങ്ങ് എടുത്തു തുടങ്ങി. അങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ റീച്ചായി. അവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ മഞ്ഞക്കിളിയാണ് പെണ്ണിന് സാരി കൊടുക്കണം. ഞങ്ങൾ ട്രിവാൻഡ്രംകാരാണ്, പെണ്ണിന്റെ വീട്ടുകാർ കണ്ണൂരുകാരാണ്. അപ്പൊ കുറച്ച് ചടങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്. ചടങ്ങിന് മാത്രമല്ല ഫുഡിലും നല്ലോണം വ്യത്യാസമുണ്ട്. ആൾക്കാരുടെ സംസാരമൊക്കെ നല്ല രസമാണ് കേട്ടോ. വേറെ ഒരു ശൈലിയിലുള്ള സ്ലാങ് ആയതുകൊണ്ട് കേട്ടോണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെയാണ് നമ്മുടെ മെയിൻ സംഭവം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ ഇവിടെ നിന്ന് അറ്റം വരെയും പോയത്. മെയിനായിട്ട് നെയ്ച്ചോറും ചിക്കനും ഒക്കെ തന്നെയായിരുന്നു. ചിക്കൻ പൊളി. നമ്മളെവിടെയൊക്കെ ആണെങ്കിൽ കുറച്ച് കഷ്ണവും കൂടുതൽ ചാറും ആയിരിക്കും വിളമ്പുന്നത്. അവിടെ അവർക്ക് അതിന് ഒരു ദാരിദ്ര്യമില്ല. നിറയെ കഷ്ണം വാരിക്കൊരു തട്ടും. ഞാൻ ഇന്നേ വരെ കഴിക്കാൻ പോയെടുത്ത് ഒരിടത്ത് ഇത്രയും ചിക്കൻ്റെ കഷ്ണമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പനി ആയതുകൊണ്ട് നന്നായിട്ട് ആസ്വദിച്ച് തിന്നാനും പറ്റില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം എല്ലാവരും ഇരവിഴിഞ്ഞ പാമ്പിനെ പോലെ ആർക്കും ഡാൻസ് ഒന്നും കളിക്കാനും പറ്റാണ്ടായി. അങ്ങനെ ഡാൻസ് കളിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും കളിയാക്കാനും തുടങ്ങി. പിന്നെ ഞങ്ങളത് പൂർവാധികം പരാജയത്തോടെ തിരിച്ചു മടങ്ങുകയാണ്. ഇനി അടുത്ത ഹോട്ടൽ റൂമിൽ പോയി വിശ്രമിച്ചിട്ട് നാളെ കല്യാണത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങണം.